ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയല്ലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടനും നിധിയും കൂടി കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. സുഭാഷ് ചേട്ടൻ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിധി വീട്ടിലെല്ലാവരുടെയും അന്വേഷണങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടൻ രാവിലെ ഓംലേറ്റ് അടിക്കുമ്പോൾ നിധിയെ ആലോചിച്ചിരുന്നു, പോയതിനു ശേഷം ഭയങ്കര മൂഡ് ഓഫ് ആണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എപ്പോൾ വേണമെങ്കിലും നിനക്ക് അങ്ങോട്ട് വരാം, വന്നിട്ട് അവിടെ എല്ലാവരെയും കണ്ടുപോവാം, എന്തായാലും നീ സന്തോഷമായിട്ട് ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് ആണെങ്കിൽ അവന്റെ സോറി പറച്ചിൽ ഇതുവരെ നിർത്തിയിട്ടില്ല. അവൻ അന്ന് വന്ന വഴിക്ക് അവിടെ ഉണ്ടായിരുന്ന നമ്മളെ നിധിയുടെ ഹോസ്റ്റലേഴ്സിന്റെ കയ്യിൽ കുറച്ച് സോറി കാർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോറി എന്നൊക്കെ എഴുതിയിട്ട് കുറച്ച് കാർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിധി മെസ്സിലേക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് ദിവ്യ അത് നിധിക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതന്ന് നിന്റെ റിലേറ്റീവ് വന്നു പോയില്ല, അയാൾ തന്നതാണ്. എന്തായാലും ആളൊരു പാവാണ്, ആള് ഭയങ്കര ജെന്യൂൻ ആണ്, നല്ല ബോയ് ഫ്രണ്ട് ആണ്, എനിക്കും ഉണ്ട് ബോയ് ഫ്രണ്ട്. അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഒന്നിനും കൊള്ളാത്തൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഇത് എന്തായാലും ആൾ ഇത്രയും പിന്നാലെ നടന്ന് സോറിയൊക്കെ പറയുന്നുണ്ട്, ആളെന്തായാലും അടിപൊളിയാണ്, ഇതാണ് അതാണെന്നൊക്കെ അങ്ങനെ ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. സുധീഷിനെ നന്നായിട്ട് പൊക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇത് സുധീഷാണോ തന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഓ നല്ല പേര്, അടിപൊളി പേരാണല്ലോ, അങ്ങനെയൊക്കെ ഓരോന്ന് നമ്മൾ സുധീഷിനെ കുറിച്ച് തന്നെ പൊക്കിയടിച്ച് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എന്തോ പോലെ തോന്നി. അവൾ ആ കാർഡ്സ് അവിടെ തന്നെ കൊടുത്ത് തിരിച്ചു പോവുകയാട്ടോ ചെയ്യുന്നത്. റൂമിലേക്ക് പോയിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മളെ അച്ഛൻ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അച്ഛൻ്റെ പണിയാണ് സുധീഷിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്, അല്ലാതെ സുധീഷ് ഒരു തെറ്റും മോളെ ചെയ്തിട്ടില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞത് ആലോചിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുധീഷ് സോറി പറയുന്നത് ആലോചിക്കുന്നുണ്ട്. പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, അവൻ ജെന്യൂൻ ആണ്, നല്ലൊരു ബോയ് ഫ്രണ്ട് ആണ്, എന്തായാലും ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തായാലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അധിക പ്രേമമുണ്ട് നമ്മളെ നിധിയുടെ അടുത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ നിധിക്ക് ചെറുതായിട്ട് ഒരു റിഗ്രറ്റ് തോന്നുന്നുണ്ട്, വന്നപ്പോൾ സോറി സ്വീകരിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടെന്ന് അവളുടെ ഫേസ് കാണുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ഒന്നും കൂടി ജനവാതിലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അന്നേരം താഴെ ഒരു ബോർഡിലും വെരി സോറി എന്നൊക്കെ എഴുതി വെച്ചിട്ട് നമ്മളെ സുധീഷ് പോയിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് അവൾക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം പെട്ടെന്ന് അവിടെ സുധീഷിനെ കണ്ടതായി തോന്നും, പക്ഷെ അത് അവളുടെ വെറും തോന്നലായിരിക്കും. കണ്ണൊന്നും കൂടി ചിമ്മി തുറന്ന് നോക്കുമ്പോൾ അവിടെ സുധീഷ് ഉണ്ടായിരിക്കില്ല കേട്ടോ. വെറുതെ അവൾക്ക് തോന്നിയതായിരിക്കും സുധീഷ് അവിടെ വന്നിട്ടുണ്ടെന്ന്. ആ സമയത്താണ് ദിവ്യ വന്നിട്ട് അകത്തേക്ക് കയറിക്കോട്ടെ നിധി എന്ന് ചോദിക്കുന്നുണ്ട്. ആ വന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ദിവ്യയ്ക്ക് കൂടുതലായിട്ട് സുധീഷിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ആരാണ്, നിന്റെ ബോയ് ഫ്രണ്ട് ആണോ, എന്തോ വലിയ തെറ്റ് ചെയ്തിട്ട് പിറകെ നടന്നിട്ട് ഇങ്ങനെ സോറി പറയണല്ലോ, അത്രമാത്രം ആലോചിക്കാൻ എന്താ, തിരിച്ചും സോറി പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മളെ നിധി പറയുന്നുണ്ട്, നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അതെന്റെ ലവറോ അതുപോലെ തന്നെ ബോയ് ഫ്രണ്ടോ ഒന്നുമല്ല, ഞങ്ങൾ തമ്മിൽ പ്രേമം ഒന്നുമില്ല, എന്തായാലും ആ കാര്യം വിട്ടേക്കെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പെൺകുട്ടിയാണെങ്കിൽ, അതായത് ദിവ്യ ആണെങ്കിൽ പറയുന്നുണ്ട്, ആളെ കാണാനും നല്ല ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല, സ്വഭാവവും നല്ലതാണെന്ന് തോന്നുന്നു, എന്നിട്ടും എന്തിനാ ഇങ്ങനെ വേണ്ടെന്ന് വെക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിധിയാണെങ്കിൽ പറയുന്നത്, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ബന്ധമൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ പ്രകടിപ്പിക്കുന്നുണ്ട്. അന്നേരം ആ ദിവ്യ റൂമിൽ നിന്ന് ഗുഡ് നൈറ്റും പറഞ്ഞ് പോവാട്ടോ ചെയ്യുന്നത്. വീട്ടിലാണെങ്കിൽ നമ്മൾ നികേഷ് ഭയങ്കരമായിട്ട് പനിച്ച് വിറച്ച് കിടക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ വന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരിക്കില്ല, നികേഷ് മാത്രം പനിച്ച് വിറച്ച് കിടക്കുന്നതായിരിക്കും. എവിടെ സുധീഷ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏട്ടൻ ഇവിടെ എല്ലാം രാവിലെ തന്നെ പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുധീഷിനെ ഏൽപ്പിച്ചിട്ടാണ് സുഭാഷ് ഏട്ടൻ പോയിട്ടുണ്ടായിരിക്കുക പണിക്ക്. സുധീഷ് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാട്ടോ സുഭാഷ് ഏട്ടൻ പണിക്ക് പോയത്. പക്ഷേ സുധീഷ് ഉണ്ടായിരുന്നില്ല. നികേഷ് പകൽ മുഴുവൻ പനിച്ച് കിടക്കുകയായിരിക്കും കേട്ടോ. എന്തായാലും സുഭാഷ് ഏട്ടൻ പോയിട്ട് നെറ്റിയിൽ തുണിയൊക്കെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴും പനി ഭയങ്കര കൂടുതലായിരിക്കും. ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല ഈ പനി, എന്തായാലും നമുക്ക് ഡോക്ടറെ പോയി കാണിക്കുക, അവൻ എന്ത് പണിയാണ് ചെയ്തത്, ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുക, അവൻ്റെ മനസ്സപ്പം അത്രത്തോളം ചീപ്പാണെന്നുള്ളതൊക്കെ മനസ്സിലായി എന്നൊക്കെ നമ്മൾ സുഭാഷ് ഏട്ടൻ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ ഡോക്ടറെയൊക്കെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. വന്ന സമയത്ത് സുധീഷ് അവിടെ ഉണ്ടായിരിക്കും. ഹരീഷും സുഭാഷ് ഏട്ടനും നികേഷും കൂടി ആട്ടോ തിരിച്ചു വരുന്നത്. അപ്പോൾ എന്തായാലും ഹരീഷും കൂടെ പോയിട്ടുണ്ടായിരിക്കും. വന്ന സമയത്ത് ആരും സുധീഷിനെ മൈൻഡ് ചെയ്യുന്നില്ല. സുധീഷ് ഒന്നും അറിയാത്ത പോലെ, എന്താ നികേഷിന് പറ്റിയത്, എന്താ പനി അത്രയും കൂടിയോ, സുധീഷിനെ സംബന്ധിച്ച് സുധീഷ് അത്ര സീരിയസ് ആക്കി കാര്യം എടുത്തിട്ടില്ല. പിന്നെ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമായിരുന്നല്ലോ എന്നാണ് അവൻ പറയുന്നത്. നിന്നെ ആ ഒരു കാര്യം ഏൽപ്പിച്ചു പോയതല്ലേ, നീയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ, എന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, സുധീഷെ മതി നിർത്തിയേക്ക് നിന്റെ സംസാരം എന്നൊക്കെ ഇങ്ങനെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. ഹരീഷും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. നികേഷും അതുപോലെ തന്നെ, ഏട്ടൻ എനിക്കൊന്ന് സംസാരിക്കേണ്ട, ഏട്ടൻ കാരണമാണ് ഏട്ടത്തി പോയത്, ഏട്ടൻ അത്രയും ഫ്രോഡാണ്, എപ്പോഴും മോശം വർത്താനം മാത്രമേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നികേഷിന് പനി
ഉണ്ടായതിൽ വിഷമമൊക്കെ നമ്മളെ സുധീഷിനുണ്ട്. പക്ഷേ അവന് കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ, അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹരീഷിന് ഇറിറ്റേഷൻ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ അവൻ ചെറിയ കുട്ടിയല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പനി വന്നാൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്, വയ്യാതെ കിടക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നികേഷിൻ്റെ എന്തോ ഒരു സംസാരം കേട്ടപ്പോൾ നമ്മളെ സുധീഷിനും അത്ര പിടിച്ചില്ല. അന്നേരം സുധീഷ് നമ്മളെ നികേഷിൻ്റെ തലയ്ക്കൊക്കെ ഒന്ന് കൊട്ടുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ ഹരീഷിന് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്. പനിയായി നിൽക്കുമ്പോഴാണ് ഒരാൾ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഹരീഷും സുധീഷും ചെറിയൊരു അടിയൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മധ്യസ്ഥനായിട്ട് നമ്മളെ സുഭാഷ് ഏട്ടൻ നിൽക്കുന്നുണ്ട്. പിന്നെ അകത്തേക്ക് നമ്മളെ നികേഷിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവരെന്തെങ്കിലും ചെയ്യട്ടെ, നീ ഇങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞിട്ട് അകത്ത് വന്നിട്ട് അവരോട് കിടക്കാൻ പറയുന്നുണ്ട്. ഞാൻ പോയി കഞ്ഞി എടുത്തോളാം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ അന്നേരം നമ്മളെ നികേഷ് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്, ഓരോന്ന് ആലോചിച്ചിട്ട്. ഈ വീട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോയല്ലോ, ഏട്ടത്തി ഇല്ലാത്തതുകൊണ്ട് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഏട്ടത്തിയെ ഓർമ്മ വരികയും ഏട്ടത്തിയെ വിളിക്കാമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നികേഷ് നിധിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. മിസ് കോൾ ഇടുകയാണ് ചെയ്യുന്നത്. അന്നേരം നിധി കോൾ എടുക്കില്ല. വന്ന് നോക്കുമ്പോൾ നികേഷിൻ്റെ മിസ് കോൾ കാണുകയും തിരിച്ച് വിളിക്കുകയും ചെയ്യുമ്പോൾ നികേഷ് കോൾ എടുക്കില്ല കേട്ടോ. മനഃപൂർവ്വം തന്നെയാണ് എടുക്കാത്തത്, എന്തോ വിഷമം കൊണ്ട് എടുക്കുന്നില്ല. വീണ്ടും നിധി പിന്നെ കോൾ ചെയ്യും, വീഡിയോ കോൾ ആയിരിക്കും ചെയ്യുന്നത്. അത് കാണുമ്പോൾ നികേഷ് വേഗം കണ്ണൊക്കെ തുടച്ച് കോൾ എടുക്കുന്നുണ്ട് കേട്ടോ. നികേഷിനെ കണ്ടപാട് നിധിക്ക് കാര്യം മനസ്സിലായി. അവൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അവൻ കരയുന്നുണ്ടെന്നൊക്കെ മനസ്സിലായിട്ടോ. നീ എന്തിനാ മോനെ കരയുന്നത്, നിനക്ക് എന്ത് പറ്റി, നീ എന്തിനാ വിഷമിക്കുന്നതെന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടത്തി, ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പനിയാണെന്നുള്ള കാര്യവും പറയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പനിയായിരുന്നു, ഇന്ന് ഞാൻ നന്നായിട്ട് പനിച്ച് വിറച്ച് കിടക്കുകയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അമ്മയെ സ്വപ്നം കണ്ടു. എൻ്റെ അമ്മ അന്ന് ഫോട്ടോയിൽ കണ്ട അതേപോലെ തന്നെ, അതേ സാരി അതേ രൂപം, പക്ഷേ ഫേസ് മാത്രം ഏട്ടത്തിയുടേതാണെന്ന് മാത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നിധിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി, നീ സങ്കടപ്പെടേണ്ടടാ മോനെ, വിഷമിക്കല്ലേ, കറക്റ്റ് മരുന്ന് കുടിക്കുക, ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കോള് കട്ട് ചെയ്യുന്നുണ്ട്. കോളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നിധിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. നികേഷിൻ്റെ ഓരോ സംസാരം കേട്ടിട്ട് ആ വീട് വീണ്ടും പഴയ പോലെയായി, ഇതൊരു സന്തോഷമില്ലാത്ത വീടാണ്, ഇനി ഏട്ടത്തി ഇങ്ങോട്ട് വരണ്ട, ഏട്ടത്തിയുടെയും കൂടി സന്തോഷം ഇല്ലാതാവും, എന്നും എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളെ നിധിക്ക് ഭയങ്കര സങ്കടമാവും. അങ്ങനെ അവൾക്ക് അവിടെ നിൽക്കപ്പുറതി ഇല്ലാതെ പിറ്റേ ദിവസം രാവിലെ ഓട്ടോ വിളിച്ചിട്ട് കിളിക്കൂട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അന്നേരം മുന്നിൽ ഇരുന്നിട്ട് നമ്മളെ ഭാസ്കരൻ അച്ഛൻ ഷർട്ട് തുന്നിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നിധിയെ കാണുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നും നിധി മൈൻഡ് കൊടുക്കുന്നില്ല. എന്തൊക്കെയോ ഏറ്റുപറച്ചിലൊക്കെ നമ്മളെ അച്ഛൻ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ ഇടവെക്കുന്നില്ല കേട്ടോ നമ്മളെ നിധി. അപ്പോഴേക്കും ഹരീഷ് വന്നിട്ട് ഏട്ടത്തിയെ സ്വീകരിക്കുന്നുണ്ട്. ഏട്ടത്തി വാ, അകത്തേക്ക് വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് സുഖമല്ലേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ നികേഷ് അകത്ത് പനിച്ച് വിറച്ച് കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. വന്നിട്ട് നിനക്ക് എന്താടാ, എന്ത് പറ്റി, പനി ഇപ്പോഴും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടനൊക്കെ നമ്മളെ നിധിയെ കാണും. അകത്ത് നിന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ സുധീഷ് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മളെ നിധിയെ കാണുമ്പോൾ ഷോക്ക് ആവുന്നുണ്ട്. അയ്യോ നിധി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കിടക്കുന്ന നികേഷിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് നികേഷിനെ കുറിച്ച് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. നീ ഭക്ഷണം കഴിക്കുന്നില്ലേ, നിനക്ക് എന്താ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത്, നീ കറക്റ്റ് മരുന്ന് കുടിക്കുന്നില്ലേ, എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, ഇവന് പനിയുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നികേഷ് പറയുന്നുണ്ട്, ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണെന്നൊക്കെ. ഇടയിൽ കൂടെ നമ്മളെ സുധീഷ് ഒന്ന് ഗോളടിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിധി ഇങ്ങോട്ട് വന്നത്, അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം കൊണ്ടാണ് ആൾ പറയുന്നത്. പക്ഷെ ഒന്നിനും നമ്മളെ നിധി റിപ്ലൈ കൊടുക്കുന്നില്ല കേട്ടോ. അവള് ഒന്നും കേൾക്കാത്ത പോലെ നിൽക്കുകയാണ്. എന്തായാലും സുധീഷിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നിധി അങ്ങോട്ട് വന്നത്. ഒരിക്കലും നിധിയെ അവിടെ ഇപ്പോൾ പ്രതീക്ഷിച്ചതല്ല കേട്ടോ ആള്. നികേഷിന് പനിയുള്ളത് പോലും നിധിക്ക് അറിയുന്ന കാര്യം പോലും നമ്മളെ സുധീഷിന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇനി കിളിക്കൂട്ടിലേക്ക് നമ്മളെ നിധി എന്നേക്കുമായിട്ട് തിരിച്ചു വരുമില്ല എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. സുധീഷ് എന്തായാലും പോയിട്ട് റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ നിധിയുടെ അടുത്ത്. എനിക്ക് വേണ്ടിയിട്ട് നിധി വീട്ടിലേക്ക് വരണ്ട, പക്ഷെ ബാക്കിയുള്ളവർക്കെങ്കിലും വേണ്ടി നിധി അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് മുഖേന ഇനി നിധി അങ്ങോട്ട് വരുമോ ഇല്ല എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.